ഇതുപോലെ ഒരു സൂപ്പർ KFC ചിക്കൻ ഫ്രൈയുടെ 4 മിനിറ്റ് താഴെയുള്ള വീഡിയോ ആണിത്. ഒരു അടിപൊളി KFC ചിക്കൻ ഫ്രൈ ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. KFC ഫ്രൈഡ് ചിക്കൻ്റെ അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ. 1 കപ്പ് മോരിലേക്ക് 1 മുട്ട ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 8 പീസ് ചിക്കൻ നല്ലപോലെ മുക്കി വയ്ക്കുക. ഈ മോരിൻ്റെയും മുട്ടയുടെയും മിക്സ് നല്ലപോലെ ചിക്കനെ കോട്ട് ചെയ്യണം. എന്നിട്ട് ഇത് നമുക്ക് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. KFC ചിക്കൻ്റെ രഹസ്യം എന്ന് പറയുന്ന 11 സ്പൈസസിൻ്റെയും ഹെർബ്സിൻ്റെയും മിക്സ് ആണ്. ഒരു വലിയ ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കുക. ഇനി KFC ചിക്കൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക, 1.5 ടീസ്പൂൺ ഉണക്കിപ്പൊടിച്ച തൈമിൻ്റെ ഇല ചേർക്കുക, 1.5 ടീസ്പൂൺ ഉണക്കിപ്പൊടിച്ച തുളസി ഇല, 1.5 ടീസ്പൂൺ ഉണക്കിപ്പൊടിച്ച ഒറിഗാനോ ലീവ്സ്, 1 ടേബിൾ സ്പൂൺ സെലറി സാൾട്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ യെല്ലോ മസ്റ്റാർഡ് പൗഡർ, 4 ടേബിൾ സ്പൂൺ പപ്രിക്ക, 2 ടേബിൾ സ്പൂൺ ഗാർലിക് സാൾട്ട്, 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടി, 3 ടേബിൾ സ്പൂൺ വെളുത്ത കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇത് നല്ല ഈവനായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ. ഇനി മാറിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കന് ഒന്നുകൂടെ ഒന്ന് ഇതിനകത്തേക്കൊന്ന് മുക്കിയിട്ട് അധികമുള്ള മോരൊക്കെ ഒന്ന് പതിയെ കുടഞ്ഞു കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇടത് കൈ കൊണ്ട് എടുത്ത് ഈ ഫ്ലവറിലേക്ക് വെക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് വലത് കൈ കൊണ്ട് അല്പം ഫ്ലവർ ഇതിന്റെ മുകളിലേക്ക് വാരിയിടുക. അപ്പം നമ്മുടെ ഇടത് കൈ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും, ഇടത് കൈയെ ഫ്ലവർ പറ്റിയില്ല. അതിനുശേഷം ഇത് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് കുടയുക, അധികമുള്ള ഫ്ലവർ ചാടിപ്പോകുന്നതിന് വേണ്ടി. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇത് മൊത്തം നമുക്ക് ഈ സ്പൈസ് മിക്സിൽ കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ഇത് മൊത്തം ഈ ഫ്ലവറിൽ കോട്ട് ചെയ്തെടുത്തു. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ സമയത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെക്കുക. അതിലേക്ക് ചിക്കൻ പീസസ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായത്ര എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിൻ്റെ ഹൈയുടെ ഇടയ്ക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ട് എണ്ണ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ, അതായത് ഒരു 175 ഡിഗ്രി സെൽഷ്യസ് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം. പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ച് ഒരേ സമയം ഒരു 4-5 എണ്ണം ഇട്ട് വറുത്തെടുക്കാം. എണ്ണ തിളക്കരുത്, നല്ലപോലെ ചൂടാകും. എന്നിട്ട് വലിയ പീസുകളാണെങ്കിൽ ഏകദേശം 15 മിനിറ്റ്, ചെറിയ പീസുകൾ 12 മിനിറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇത് വലിയ പീസുകളാണ്, അതുകൊണ്ട് 15 മിനിറ്റ് എടുക്കും കുക്ക് ചെയ്യാൻ. ഒരു 7 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. ഒരു 12-15 മിനിറ്റ് ആകുമ്പോഴത്തേനും ചിക്കൻ നല്ലപോലെ വെന്തിരിക്കും. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് കോരി മാറ്റാം. ഇതുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പി എക്സ്റ്റീരിയറുമായിട്ട് ഞാൻ ഈ റാക്കിലേക്ക് കോരി മാറ്റിയാണ്. ഈ എണ്ണയുടെ ചൂട് കുറഞ്ഞാൽ എണ്ണ ഒന്നുകൂടെ ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ബാക്കി ഇടുന്നതിന് മുമ്പ്. ഇനി ബാക്കിയുള്ള ചിക്കനും ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. പകുതി വേവാകുമ്പോൾ മറിച്ചിടുക. എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ കോരി മാറ്റാം. KFC ചിക്കന് ഒരു ഫൈനൽ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഇതാണ് ആ ഫൈനൽ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, MSG അജിനോമോട്ടോ അല്ലെങ്കിൽ ആക്സെന്റ് ഫ്ലേവറിങ്. അപ്പോൾ അത് എല്ലായിടത്തേക്കും ചെറുതായിട്ട് സ്പ്രിങ്കിൾ ചെയ്യുക. ഇത് കണ്ടോ, KFC ചിക്കൻ ഫ്രൈയുടെ അതേ ടെക്സ്ചറിൽ പുറം നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും മോയിസ്റ്റുമായിരിക്കുന്നു.